ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മാംഗോ ലസ്സി. അത് ഞാൻ മാങ്ങയുടെ പൾപ്പല്ല, ഈ മാങ്ങ തന്നെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ട് ചെയ്യാനാ. അപ്പം 3 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ യോഗട്ട്, ഞാൻ ഈ ഗ്രീക്ക് യോഗട്ടാണ് യൂസ് ചെയ്യുന്നത് ഇതിനൊക്കെ. നിങ്ങളുടെ കയ്യിൽ അധികം പുളിയില്ലാത്ത തൈര് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. പിന്നെ ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഐസ് ക്യൂബ്സും ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു 1/4 കപ്പ് ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷനില്ല. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്ത, സാൾട്ടഡ് ഓർ അൺസാൾട്ടഡ് പിസ്ത ഇട്ടിട്ട് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഐസ് ചെയ്തിടണം. ഓക്കെ, കുറച്ച് കാർഡമം ഇടാം. പിന്നെ ഇത് സാഫ്രോൺ. കാർഡമം ഞാൻ അതിനകത്തിടും. ഓക്കെ, ബ്ലെൻഡ് ചെയ്യുമ്പം ഒന്ന് ഇട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കും. മാംഗോ ലസ്സിക്ക് എപ്പോഴും പുളി ഇല്ലാത്ത തൈര. ഓക്കെ, ജസ്റ്റ് ഇപ്പം നമ്മൾ ഒഴിച്ചിട്ട് വേഗത്തിലെടുക്കണം. ഒത്തിരി പുളി ഇല്ലാതെ ഉള്ള തൈരാണ് ലസ്സിക്ക്, മാംഗോ ലസ്സിക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഞാൻ ഈ മാങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ വരട്ടെ. ഞാനിവിടെ 3 മാങ്ങ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം. മാങ്ങ കൂടുതൽ ഉണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ വെള്ളം വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നല്ല തിക്കായിട്ടുള്ള മാംഗോ ലസ്സി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഈ മാങ്ങ കട്ട് ചെയ്തിട്ട് വരട്ടെ. ഇതിങ്ങനെ മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് വേഗത്തിൽ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതേപ്പം മാങ്ങ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. 3 മാങ്ങയുള്ളതുകൊണ്ട് ഞാനൊരു 3 കപ്പ് യോഗട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഐസൊക്കെ ഇടുമല്ലോ, ഐസൊക്കെ ഇടുമ്പോൾ അത് മതിയാവും. അപ്പം നമുക്ക് ആദ്യം ഈ മാങ്ങ ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ 1/2 കപ്പ് ഷുഗർ കൂടെ ഇതിനകത്ത് ഞാൻ മിക്സ് ചെയ്തു. ബാക്കി ഇരിപ്പുണ്ട് ഇവിടെ. നമുക്കിനി ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ സമ്മറിലൊക്കെ നമ്മൾ ഈ ഡിന്നറിന് വരും ഇതൊക്കെ കഴിക്കുന്നേ നല്ലല്ലേ. ഏറ്റവും നല്ലത് ഇങ്ങനത്തെ എന്താ മാംഗോ ഷേക്കോ മാംഗോ ലസ്സിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിൽക്ക് ഷേക്ക് കുടിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സിനകത്ത് ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ്സ് ഇട്ടൊന്ന് ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തോട്ട് യോഗട്ടൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 3 കപ്പ് യോഗട്ടിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ള ഷുഗർ കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇപ്പം നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം വേണം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഒരു 1/2 കപ്പ് വെള്ളം കൂടെ നമുക്കിതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് ഒന്നും ഇട്ടില്ലെങ്കിൽ തന്നെയും നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. ഒരു നുള്ള് കാർഡമം വേണമെങ്കിൽ ഇടാം. ഓക്കെ, ഞാൻ പറഞ്ഞത് ഓപ്ഷനില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ശരിക്കും കാർഡമം ഇട്ടപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാംഗോ ലസ്സി റെഡി ആയിട്ടിരിക്കുക. നമുക്കിനിപ്പം കപ്പിലോട്ടൊക്കെ വെച്ചിട്ട് കുറച്ച് സാഫ്രോണോ അല്ലെങ്കിൽ സാൾട്ടഡോ അൺസാൾട്ടഡ് പിസ്ത യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് നല്ല തിക്കായിട്ടായിരിക്കണം കേട്ടോ മാംഗോ ലസ്സി. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഞാൻ പറയണ പോലെ എന്താ പറഞ്ഞത്, ഇത് സാഫ്രോൺ വേണമെങ്കിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, 2-3 സാഫ്രോൺ ഇട്ടു. പിന്നെ ഞാൻ പറഞ്ഞ പിസ്ത, നമ്മൾ ആ സാൾട്ടഡ് ആണെങ്കിലും നല്ലതാ, അൺസാൾട്ടഡ് ആണെങ്കിലും ഇറ്റ്സ് ഓക്കെ. ഓക്കെ, 2-3 ഉണ്ടോ പിസ്തയും കൂടി ഇട്ട് അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഓക്കെ, അടിപൊളിയായിട്ടുള്ള മാംഗോ ലസ്സി റെഡി ആയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആൻഡ് ടേസ്റ്റി. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. യമ്മി ആയിട്ടുണ്ട്. നല്ല മധുരവും മാങ്ങയായാലും ആവശ്യത്തിനുണ്ട്. യോഗട്ടിൻ്റെയൊക്കെ നല്ല തിക്കായിട്ട് തന്നെ ഉള്ള മാംഗോ ലസ്സി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി വേറെ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.